ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഫാമിലി വ്ളോഗാണ് കേട്ടോ. ഞങ്ങളുടെ എറണാകുളത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി വിസിറ്റിന് വേണ്ടിയാണ് ആദ്യം പോയത്. അപ്പോൾ എൻ്റെ മദർ ഇൻ ലോയുടെ 2 സിസ്റ്റേഴ്സ് ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ്. അപ്പോൾ അവരുടെ കൂടെ 2 ദിവസം സ്റ്റേ ആണ് ഞങ്ങൾ പോയത് കേട്ടോ. ഞങ്ങളങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തി. ഞങ്ങളെ റിസീവ് ചെയ്യാൻ വന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ സിസ്റ്ററും നീസും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ കാറിൽ ചേച്ചിയുടെ പാരൻസ്, അതായത് എൻ്റെ മദർ ഇൻ ലോയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക്, ഏറ്റവും മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവുക. എയർപോർട്ടിൽ നിന്ന് ഏതാണ്ട് 40 മിനിറ്റ്സ്, ഓൾമോസ്റ്റ് 1 അവർ ഉണ്ടായിരുന്നു കേട്ടോ ഇവർ താമസിക്കുന്നിടത്തേക്ക് പോകാൻ വേണ്ടി. അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ഞാൻ 2 പ്രാവശ്യം എന്തോ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട്. റോബർട്ട് അധികം പോയിട്ടില്ല, ഏതാണ്ട് കുഞ്ഞിലെ എന്തോ പോയതാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പോകുന്ന വഴിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ 1 അവർ പോയി ഞങ്ങൾ വീട്ടിലെത്തി. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മിയുടെ ഏറ്റവും മൂത്ത സിസ്റ്ററാണ്. ആൻറ്റിയുടെ പേര് എൽസ. ഹായ്. ഹൗ ആർ യു ആൻറ്റി? ഫൈൻ, താങ്ക് യു. ഹൗ ആർ യു? യാ, ഗുഡ് ഗുഡ്. അപ്പം ആൻറ്റിയുടെ ഒരു ചെറിയ ഗാർഡനാണിത്. ആൻറ്റി അങ്കിളും അവരുടെ ഒരു ടീ ടൈമും ഒക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെയാണ് വന്നിരിക്കുന്നത്, മോർണിംഗിലും ഈവനിങ്ങിലും ഒക്കെ കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ അവിടെയൊക്കെ കാണാൻ. ഞങ്ങളുടെ വെഡ്ഡിങ് കഴിഞ്ഞ് 2 വർഷമായി. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ എല്ലാ ഫാമിലിയിലും ഒന്നും പോകാനൊന്നും ടൈം കിട്ടിയില്ല. വെഡ്ഡിങ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ വെക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് വിസിറ്റ് ചെയ്യാലോ, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാലോ എന്ന് കരുതി കേട്ടോ ഈ വെക്കേഷൻ ഞങ്ങൾ വന്നത്. ഞങ്ങൾ വന്നു കഴിഞ്ഞ് എല്ലാവരുടെയും കൂടിയൊക്കെ ഒന്ന് ഇരുന്നു. അവിടെ കുറച്ച് നേരം അങ്കിളിനോടും ആൻറ്റിയോടും ഒക്കെ സംസാരിച്ചു. ഇത് ജോണി അങ്കിൾ, മുമ്പേ കണ്ട എൽസേൻ്റെ ഹസ്ബൻഡ്. ഇത് അർജുൻ ചേട്ടൻ. ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ ആൻറ്റി ഞങ്ങൾക്ക് ഒത്തിരി ഡിഷസ് ഉണ്ടാക്കി വെച്ചു കേട്ടോ. എൻ്റെ ദൈവമേ, ആൻറ്റി ഒരു ഗ്രേറ്റ് കുക്കാണ്. അടിപൊളി ടേസ്റ്റാണ് ആൻറ്റിയുടെ ഫുഡിന്. നാട്ടിൽ കഴിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല കേട്ടോ, ബാംഗ്ലൂരിലെ ഒരു ഫുഡിൻ്റെ ടേസ്റ്റാണോ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ഡേ അവിടെ കഴിഞ്ഞു. സോ അവിടുത്തെ ജോണി അങ്കിളിന് ഒരു സ്വന്തമായിട്ടൊരു കമ്പനിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾ രാവിലെ പോയത് ഈ കമ്പനിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനും അവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. ഞങ്ങൾ രാവിലെ കമ്പനിയിൽ വന്നു. അകത്തോടെ എനിക്ക് കാണാൻ ഫോർ സെക്യൂരിറ്റി റീസൺ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. ഇതിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചയാണിത്. കുറേ ചെടികളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയോണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര മഴയായിരുന്നു 2 ദിവസമായിട്ട് കേട്ടോ. അപ്പം നെക്സ്റ്റ് ഡേ ഞങ്ങൾ കമ്പനിയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയ ദിവസം ഭയങ്കര മഴയായതുകൊണ്ട് റോഡൊക്കെ കുറച്ച് ഫ്ലഡൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ വിയറ്റ്നാമീസ് ചക്കയാണ്. പിന്നെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ പനിനീർ ചാമ്പയ്ക്ക, പിന്നെ അമ്പഴങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് അമ്പഴങ്ങ നിൽക്കുന്നത് കാണുന്നത്. ഞാൻ കഴിച്ചിട്ടുമില്ല ഇത്രയും നാളായിട്ട്. അത് പച്ചയായതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല, പഴുത്തതായിരുന്നെങ്കിൽ പറിക്കാമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ കയറിയത് ലഞ്ചിന് കോസ്റ്റൽ ഡൈൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ. ഞങ്ങളുടെ ഡേ 2 ട്രിപ്പിൽ ഞങ്ങളവിടെ ജോയിൻ ചെയ്തത് റോസ്ലിൻ ആൻറ്റി. ഇത് റോസ്ലിൻ ആൻറ്റിയാണ്, മമ്മിയുടെ 2ാമത്തെ സിസ്റ്ററാണ് കേട്ടോ. പുള്ളിക്കാരി ബാംഗ്ലൂരിൽ തന്നെ താമസിക്കുന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് 5 തവ ഫ്രൈ, നമ്മുടെ കിങ് ഫിഷിൻ്റെ ഫ്രൈ തന്നെ. പിന്നെ ഇതൊരു കർണാടക സ്റ്റൈലിലുള്ള ഫിഷ് കറി കേട്ടോ. ഇതിൻ്റെ ഗ്രേവി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പിന്നെ നീർദോശ, ഇത് നമ്മുടെ നത്തോലി, റവയിൽ ഫ്രൈ ചെയ്ത നത്തോലി. പിന്നെ ക്രാബിൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഐസ്ക്രീം ട്രൈ ചെയ്തു. ഈ ഐസ്ക്രീമിന് അതിന് താഴെ തന്നെയുള്ളൊരു ഐസ്ക്രീം ഷോപ്പിൽ നിന്നാണ് നമ്മുടെ വെറ്റില കൊണ്ടുള്ള ഐസ്ക്രീം. ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു. ഒരു ബിസ്ക്കറ്റ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞങ്ങൾ തിരിച്ചു. ഇനി ജോണി അങ്കിളിന് ഒരു ഫാമും കൂടി ഉണ്ട് കേട്ടോ. അങ്കിള് ഭയങ്കര ക്രിയേറ്റീവായിട്ടൊക്കെയുള്ള ഒരു ഫാർമർ കൂടിയാണ്. ഞാനിപ്പോൾ അതുകൂടെയൊക്കെ കാണിക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഈ ഫാം ഹൗസിലോട്ട്. അവിടെ ഒരു ഫാം ഹൗസും പിന്നെ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതെല്ലാം കാണിക്കാം. ഇനി ഈ കാണുന്നത് നമ്മുടെ ഹോഴ്സ് ക്രാം, അല്ലെങ്കിൽ നമ്മുടെ മുതിര എന്ന് പറയും കേട്ടോ. മുതിര നിൽക്കുന്നതാണ് ഇത് മൊത്തം. പിന്നെ ഈ കാണുന്നത് അങ്ങളുടെ ഫാം ഹൗസിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള റാഗിയാണ്. ഇത്രയും കഷ്ടപ്പെട്ടാണ് ഈ ചെറിയൊരു സാധനത്തെ അവർ പുറത്ത് കൊണ്ടുവരുന്നത് കേട്ടോ. ഞാൻ ആ റാഗി ഒന്ന് ശരിക്കും ഇതൊന്ന് പറിച്ച് നോക്കാൻ വേണ്ടി പോവാം. നമ്മുടെ കേരളം പോലൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിയും ഒക്കെ.
എന്ത് സ്ലോ ആണ്. അങ്ങനെ ഞങ്ങൾ ഫാം ഹൗസിലെത്തി. ഫാം ഹൗസിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഫാം ഹൗസ്. ഇവിടെ ഒരു നമ്മുടെ വീക്കെൻഡിലോ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കേഷനൊക്കെ വരുമ്പോൾ നമുക്ക് 1-2 ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു എന്താ പറയുക, നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ വന്ന് താമസിക്കാൻ. ആരുമില്ല നമുക്ക് അടുത്ത്, നമുക്കൊരു പ്രൈവസിയൊക്കെ കിട്ടും. ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. കുറച്ച് പ്ലാന്റ്സും കുറച്ച് ഇതൊക്കെ ആയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. നേച്ചറുമായിട്ടൊക്കെ ആയിട്ട് നല്ലൊരു പോസിറ്റീവ് വൈബാണ് അവിടെ പോയി നിൽക്കുമ്പോഴൊക്കെ. അങ്കിളിന് ഇതിൻ്റെ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പല ടൈപ്പിലെ ടൊമാറ്റോസ് കാണാം. പിന്നെ പർപ്പിൾ കളറിലെ വെണ്ടയ്ക്കയാണിത്. ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഈ പർപ്പിൾ കളറിലെ വെണ്ടയ്ക്ക. നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് അറിയത്തില്ല, ഉണ്ടായിരിക്കാം. പിന്നെ ഇത് നമ്മുടെ ബ്രഹ്മിയാണ്. ബ്രഹ്മി ഓർമ്മ വെക്കാനും ബുദ്ധി വെക്കാനും ഒക്കെ ബ്രഹ്മി കഴിക്കുന്നത് നല്ലതാണ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കുള്ള ബ്രഹ്മി. പിന്നെ പല ടൈപ്പിലുള്ള ഗ്രീൻ ചില്ലീസാണ് ഇത് കേട്ടോ. അങ്കിള് പല കൺട്രീസിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇതെല്ലാം. ഇത് നമ്മുടെ കറി ലീഫാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കാണും. ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെയാണ് അങ്കിള് പ്ലാന്റ് ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വളർത്തുന്നതും ഒക്കെ. അങ്കിൾ ഇതിനെ വളർത്തുന്നത് ഒരു കോൺക്രീറ്റ് പില്ലർ കെട്ടി അതേ കൂടിയാണ് കേട്ടോ ഇത് വളർത്തുന്നത്. ഞങ്ങളിതിൻ്റെ ഫ്രൂട്ട് കഴിച്ചായിരുന്നു. ഭയങ്കര മധുരമാണ്. അകത്ത് ഒരു പിങ്ക് കളറാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിന് നന്നായിട്ട് പഴുത്തതായിരുന്നു ഞങ്ങൾ കഴിച്ചത്. നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ട്. എന്ത് ഇന്നോവേറ്റീവ് ഐഡിയ ആണെന്നറിയോ അങ്കിളിൻ്റേത്. അങ്കിൾ ഒരുപാട് കൺട്രീസിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ അവിടെ പോയി അവിടുത്തെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ കൾട്ടിവേറ്റ് ചെയ്ത് ഒരുപാട് ഐഡിയാസൊക്കെ ഉള്ളൊരു ആളാണ് കേട്ടോ അങ്കിള്. ഇത് പല ടൈപ്പിലെ ടൊമാറ്റോസാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ വാഴത്തോട്ടം. പിന്നെ മുരിങ്ങയില കണ്ടപ്പോൾ എനിക്ക് കൊതിയായി കേട്ടോ, മുരിങ്ങയില കറി കൂട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞ് വരുമ്പോൾ അങ്കിളിൻ്റെ ബാർബിക്യൂ സ്റ്റേഷനാണ് ഇത് കേട്ടോ. അങ്കിള് ഇവിടെയാണ് ബാർബിക്യൂ ഒക്കെ നടത്താമെന്ന് പറഞ്ഞിരുന്നതാണ് ഞങ്ങൾ വരുമ്പോൾ. പക്ഷേ അന്ന് മഴ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ കോഴിയൊക്കെ ഉണ്ട്. ഇത് പുല്ല് മാത്രം തിന്നുന്ന ടൈപ്പ് കോഴികളുണ്ട് ഇവിടെ. ഗ്രീൻ മാത്രം തിന്ന്. അങ്കിള് ഇതെന്ത് ബ്ലാക്ക് കോഴിയാ? ബ്ലാക്ക് കോഴിയല്ല, ഇതിന്റെ പേരാണ് കടക്കനാട്. എന്താ ഒന്നുകൂടെ പറഞ്ഞേ? കടക്കനാട്. ഇതിന്റെ പ്രത്യേകത എന്തോ? ഒറിജിൻ ഐ തിങ്ക് മധ്യപ്രദേശ് മറ്റാണ്. ഇതിന്റെ പീപ്പിൾസേ ഇതിന്റെ എന്താ പറയണേ, നേഴ്സ് റിലേറ്റഡ് എയിൽമെന്റ്സിന് ഇതിന്റെ മീറ്റും ഇതിന്റെ എഗ്ഗും നല്ലതാണെന്ന് പറയുന്നത്. ഇതിന്റെ ബ്ലഡും ബ്ലാക്ക് ആണ്. മീറ്റ് ഈസ് ബ്ലാക്ക്, സ്കിൻ ഈസ് ബ്ലാക്ക്, only egg is white. black. എന്തോ അതിന്റെ പൂവോ? ഇതാണ് റിയൽ ഫ്രീ റേഞ്ച് ടർക്കി. ഇത് 1, 2, 3 ടർക്കി. കരിങ്കോഴി. കരിങ്കോഴി. ഇതാണ് കാട്ടിലെ തുളസി. അങ്കിൾ പറഞ്ഞത് ഇത് ഒരുപാട് മെഡിസിൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. മെഡിസിനൽ പ്ലാന്റ് ആണിത്. പിന്നെ ഈ കാണുന്നത് ബ്ലാക്ക് ടൊമാറ്റോസ് ആണ്. അതിനകത്തിൽ ടൊമാറ്റോസ് ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇത് ഫുള്ള് ചീര കറി വെക്കുന്ന പോലെ കറി വെച്ചാൽ മതി. അൾസറിന് നല്ലതാണോ? അൾസറിന് ഭയങ്കര നല്ല, ഗ്യാസ്ട്രിക് അൾസർ. ബ്ലാക്ക് ടൊമാറ്റോസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ബ്ലാക്ക് കളറാണോ? അത് പഴുക്കവും ബ്ലാക്ക് കളർ. ഈ കാണുന്ന എല്ലാം പല ടൈപ്പിന്റെ മാംഗോ ട്രീ ആണ് ഈ നട്ട് വളർത്തിയേക്കുന്നത്. ഇത് നമ്മുടെ പപ്പായ.
നമ്മുടെ നാട്ടിലെ പപ്പായക്കാടും വലിയ സൈസാണ് ഇതിന് കേട്ടോ. ഇനി ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ അകത്ത് ഇതൊരു ഫ്ലവർ പോലെ ഇരിക്കും. ഇതിനകത്ത് ഒരു ഫ്രൂട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് അത് പഴുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് ഞാൻ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇത് നമ്മൾ നെറ്റിക്ക് വെച്ചിട്ടങ്ങാണ്ട് ഇതിൻ്റെ ഇത് പൊട്ടുന്ന സൗണ്ട് വെച്ച് കളിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു അതാണെന്ന്. ഞങ്ങൾ പറയുന്നത് പഴുത്ത നല്ല ടേസ്റ്റാണ്. ഇതെന്തുവാ? തായ് ഓറഞ്ച്. ജ്യൂസിന് നല്ലതാട്ടോ. ജ്യൂസ് എടുത്താൽ ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര പുളിയാണ്. കൊള്ളാലോ. ഓറഞ്ച്. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓറഞ്ച്. പിന്നെ പേരയുണ്ട്. ഇത് അവിടെ ഉണ്ട്. പേര കായ്ച്ചിട്ടുണ്ടോ? പ്ലാന്റ് അത് ഈ മൂന്ന് സീഡ്ലെസ് ലിച്ചി. റെഡ് നെല്ലിക്ക ഉണ്ടാവും അല്ലേ? ഇത് സീഡ്ലെസ് പേരയ്ക്കാണ് കേട്ടോ. ഇത് സീഡ്ലെസ് അവക്കാഡോ ആണ്. ഇതിന്റെ പേരെന്തോ? മിയാജാക്കി മാംഗോ. നിയാജാക്കി. അതെന്തോ? ജപ്പാൻ. ഇത് 1 lakh ഒക്കെ വില വരുന്നോ ഇതിന്റെ മാംഗോയ്ക്ക്? ഈ കാണുന്നത് നമ്മുടെ ഫിഗ് ആണ് കേട്ടോ, ഫിഗ്. അയ്യോ, ഇതെന്താ നെല്ലിക്ക? ഇത്ര ചെറുപ്പത്തിൽ ഇത് കഴിക്കും. ഇനി ഈ കാണുന്ന ഫിഷ് ടാങ്കിൽ മൊത്തം ഫിഷസിനെ വളർത്താനാണ് അങ്കിളുടെ പ്ലാൻ. ഫിഷും ഡക്കും ഒക്കെ. എന്നിട്ട് അങ്കിൾ അതൊരു ബിസിനസ് ആക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ പോന്നപ്പം അവിടെ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആക്ച്വലി അങ്കിൾ വാസ് സോ എക്സൈറ്റഡ് ടു ഷോ അസ് എവറിത്തിങ്. അങ്കിളിൻ്റെ ഐഡിയാസും അങ്കിളിൻ്റെ ഫാമിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്രയും ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസൊക്കെ ഉള്ളൊരു ആളാണ് അങ്കിൾ കേട്ടോ. ഇത് മൊത്തം ഒരാഴ്ചത്തെ കൾട്ടിവേഷൻ അങ്കിളിന് കിട്ടിയ പ്രോഡക്ട്സാണ് ഈ ഫാമിൽ നിന്ന്. അതെല്ലാം ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തേക്കാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ ആണ് അവിടെ നിന്ന് നോക്കിയാലേ. നമ്മുടെ കേരളം പോലെ തന്നെയല്ലേ ഇത് കാണാൻ. ഞാൻ ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് പോകുമ്പോൾ വിചാരിച്ചു, ഇത് ഭയങ്കര സിറ്റി ആണല്ലോ, ഇവിടെ എന്താ ഇൻഡസ്ട്രീസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാമായിട്ടുള്ള റിലാക്സ് ചെയ്യാൻ പറ്റിയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത്. അങ്കിളുടെ ഫാം ഹൗസൊക്കെ അവിടെയാണ്. അങ്കിളുടെ വീക്കെൻഡ്സിലൊക്കെ ഇവിടെ വന്നാണ് അങ്കിളും ആൻറ്റിയും ഫാമിലി എല്ലാവരും കൂടി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങളുടെ ചായ കുടിച്ച് കുറച്ച് നേരം നോറക്കുട്ടിയുടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തേ. അവിടെ ഇരുന്ന് സമയം പോയതറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ വൈകിട്ടുമായി. ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി കേട്ടോ. അന്നത്തെ ദിവസവും മൊത്തം മഴയായിരുന്നു. എന്നാലും ഞങ്ങൾ എല്ലായിടവും പോയി കണ്ടു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണേ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്വീറ്റ്സ് വേണമായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം ബാംഗ്ലൂരിലെ സ്വീറ്റ്സ് അടിപൊളിയാണല്ലോ എന്നോർത്ത് ഞങ്ങൾ ഇടയ്ക്കൊരു സ്വീറ്റ് ഷോപ്പിലൊക്കെ ഇറങ്ങി. അവിടുന്ന് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും തിരിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് തന്നെ വീട്ടിലെത്തി കേട്ടോ. ഏതാണ്ട് 2 hours ജേർണി ആയിരുന്നു അവിടുന്ന്. വൈകുന്നേരം അവിടുത്തെ ചേച്ചിയുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു, മൂത്ത മോളും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സെക്കൻഡ് ഡേയും ഡിന്നറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പെട്ടെന്ന് തന്നെ ഡേ 2 അവസാനിച്ചു. പെട്ടെന്ന് 2 ദിവസം പോയത് അറിഞ്ഞില്ല കേട്ടോ. പക്ഷേ ഇനിയും അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അധികം വെക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇനി പോരേണ്ടി വന്നു. ഏതാണ്ട് 3 മണിക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഞങ്ങളാണെങ്കിൽ ആൻറ്റിയുടെ അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് കുറേ ട്രാവൽ ഉണ്ടായതുകൊണ്ട് എയർപോർട്ടിലേക്ക് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇനി ഇറങ്ങി കേട്ടോ. ഇതാണ് ബാംഗ്ലൂർ ലോഞ്ചാണ്. എന്ത് രസമായിരുന്നറിയാമോ ബാംഗ്ലൂർ ലോഞ്ച് കാണാൻ തന്നെ. അതുപോലെ ഫുഡാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ഫുഡ്. ഞാൻ കൊച്ചി ലോഞ്ച് ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക്കിലും പോയതാണ്. ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് ഈ കൊച്ചി ലോഞ്ച് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഫുഡ് കൊള്ളത്തില്ല. ഫുഡ് വായ വെച്ച് കൂട്ടാൻ കൊള്ളാത്ത ഫുഡാണ്. ഇവിടെ എന്നാൽ നമുക്ക് ബാംഗ്ലൂർ ലോഞ്ചിൽ പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും.
ഗോവൻ ഫിഷ് കറി ഉണ്ട്, പിന്നെ നമ്മുടെ ബാംഗ്ലൂരിയൻ ഡിഷസ് ഉണ്ട്, അതുപോലെ പെസറട്ടും, നമ്മുടെ മൂങ് ദാൽ കൊണ്ടുള്ള ദോശ, പിന്നെ ചൈനീസ് ഡിഷസ് പല ടൈപ്പിലെ ചൈനീസ് ഉണ്ട്, വിയറ്റ്നാം ഡിഷസ് ഉണ്ട്, പിന്നെ ചിക്കൻ മലബാർ ചിക്കൻ ഉണ്ട്, ബിരിയാണി ഉണ്ടായിരുന്നു, അതുപോലെ പാസ്താസ്. എന്താ പറയുക, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നിങ്ങൾ ബാംഗ്ലൂർ വരുവാണെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് എയർപോർട്ട് ലോഞ്ച് എക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ട്രൈ ദിസ്. ആൻഡ് അവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും നല്ല ലോഞ്ചാണ് കേട്ടോ. ഒത്തിരി തിരക്ക് ഉള്ള ലോഞ്ചാണ് ഈ ബാംഗ്ലൂർ ലോഞ്ച്, ബട്ട് നല്ല നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിലാണ് എൻ്റെ മദർ ഇൻ ലോയുടെ ഏറ്റവും ഇളയ സിസ്റ്റർ റാണി ആൻറ്റി. അപ്പോൾ ആൻറ്റി ഫാമിലി ഇവിടെ സെറ്റിൽഡാണ് തൃശ്ശൂർ. അങ്ങനെ ആൻറ്റിയുടെ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം തൃശ്ശൂർ വീട്ടിലൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നേരെ പോകേണ്ടത് പാലായിൽ മമ്മിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അതായത് മമ്മിയുടെ ബ്രദറിൻ്റെ ഫാമിലി അവിടെ സെറ്റിൽഡാണ് പാലായിൽ. ആ വീട്ടിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു ഒരു പള്ളി കണ്ടത്. ഞങ്ങളെല്ലാവരും കൂടി ആൻറ്റിയും അങ്കിളും ഞാനും റോബർട്ടും ആൻറ്റിയുടെ അങ്കിളിൻ്റെ മോൻ ജിയോ മോനും ഉണ്ട്, എല്ലാവരും കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു പള്ളിയാണിത്. കുഞ്ഞച്ചൻ്റെ പള്ളി എന്നാണ് ഈ പള്ളീനെ അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ പള്ളി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ്. സെയിൻറ്റ് അഗസ്റ്റീൻ ഫൊറൈൻ ചർച്ച് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് രാമപുരത്ത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ തന്നെ ഒരു 3 പള്ളി കാണാം കേട്ടോ ഇതിനകത്ത് തന്നെ. 1450 പണിഞ്ഞൊരു പള്ളി, അതിൻ്റെ പേര് സെയിൻറ്റ് അഗസ്റ്റീൻ ചർച്ച്. പിന്നെ രണ്ടാമത്തേത് 1864 പണിഞ്ഞതാണ്, അത് സെയിൻറ്റ് മേരീസ് ചർച്ചാണ്. പിന്നെ മൂന്നാമത്തെ ചർച്ച് ജനുവരി 2019 എൻ്റെ ഹസ്ബൻഡിൻ്റെ വക എല്ലാവർക്കും ഒരു ഹായ് കേട്ടോ. ഈ മൂന്നാമതായി പണിഞ്ഞ 2019 ചർച്ച് ഉണ്ടല്ലോ, അത് ഏഷ്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ചർച്ചാണ്. എക്സ്പാൻസീവ് സ്ട്രക്ചർ വൈസ് 3500 പീപ്പിളിനെ നമുക്ക് ഹോളി മാസിനൊക്കെ ഇതിനകത്ത് ഇരുത്താമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതിൻ്റെ മേളിലേക്കും ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ കാണാൻ, ഇൻറ്റീരിയറും. അപ്പോൾ ഈ ബ്ലസ്ഡ് കുഞ്ഞച്ചനെ അടക്കിയിരിക്കുന്നത് ഈ പള്ളിയുടെ പ്രിമൈസസിൽ തന്നെയാണ്. ഞങ്ങൾ പള്ളിയൊക്കെ കണ്ട് വൈകുന്നേരമായി, ഓൾമോസ്റ്റ് പാലായ്ക്ക് പോകുന്ന വഴിയാണ്. ഏതാണ്ട് 3 മണിക്കൂറുണ്ട് തൃശ്ശൂരിൽ നിന്ന് പാലായിലെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കേട്ടോ. അപ്പം ഞങ്ങളൊരു കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി വഴിയിൽ ഇറങ്ങി കോഫിയൊക്കെ കുടിച്ച് നമ്മൾ പാലായ്ക്ക് പോയിക്കൊണ്ടിരിക്കുക എല്ലാവരും. അപ്പോൾ തൃശ്ശൂരുള്ള ആൻറ്റിയുടെ ഹസ്ബൻഡ്, ആൻറ്റിയുടെ മോൻ ജിയോ മോനും എല്ലാവരും കൂടെ ആണേ. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളെല്ലാവരും കൂടി പാലായ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ മദറിലോ അവർ 5 പേരാണ് ടോട്ടൽ. 2 പേരും ബാംഗ്ലൂർ സെറ്റിൽഡ്, ഒരാൾ തൃശ്ശൂർ, പിന്നെയുള്ള ഒരു ബ്രദറാണ്, അതാണ് പാലായിൽ. ഇപ്പോൾ ബ്രദറിൻ്റെ വൈഫാണ് ഇത്. ആൻറ്റിക്ക് 2 മോളാണുള്ളത്. മൂത്ത മോളാണ് മഴയ്ക്ക് റീസെൻ്റ്ലി ഒരു ബേബിയൊക്കെ ഉണ്ടായി. ഞങ്ങൾ ബേബീനെയും കൂടെ ഒക്കെ കാണാമല്ലോ നേരത്തെയാണ് വന്നത് കേട്ടോ. ഇനി ഈ പിക്ചർ കാണുന്നത് എൻ്റെ മദറിൻ്റെ പേരൻസ്, അതായത് റോബർട്ടിൻ്റെ ഗ്രാൻഡ് പേരൻസ്. പിന്നെ അപ്പുറത്ത് കാണുന്നത് മമ്മിയുടെ ബ്രദർ ഈസ് നോ മോർ. ഞങ്ങൾ ബേബീനെയൊക്കെ കളിപ്പിച്ച് അവിടെ അവരുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് ആൻറ്റിയുടെ ഫുഡൊക്കെ കഴിച്ചു. പാലാ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം പാലായിലെ വീട്ടിൽ വരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് സമയം പോയിരുന്നില്ല, കാര്യം ഞങ്ങൾ ഒത്തിരി ലേറ്റായി അവിടെ എത്തിയപ്പോഴും. ഓൾമോസ്റ്റ് 8 മണിയായി തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കിന്. എല്ലായിടവും ഒന്ന് കയറി ഇറങ്ങണം, എല്ലാവരെയും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു.
ഞങ്ങളപ്പോൾ അവളുടെ വീട്ടിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നു. റോബർട്ട് പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഈ വീട്ടിലൊക്കെ വന്ന് നിന്നിട്ടുണ്ട്. അതായത് റോബർട്ടിൻ്റെ മമ്മിയുടെ വീടല്ലേ, അവിടെ വന്ന് നിന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി ടൈം സ്പെൻഡൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ സ്റ്റോറീസൊക്കെ പറയുമായിരുന്നു, പണ്ടത്തെ റോബർട്ടിൻ്റെ കുസൃതികളുമൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി സമയമായി. അപ്പോൾ ഞങ്ങളിന്ന് ഇതൊക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. എൻ്റെ പപ്പ സർപ്രൈസായിട്ട് ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു ഖത്തറിൽ നിന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലീനെ എല്ലാവരും കാണാൻ പറ്റി. അവരുടെ കൂടെ എല്ലാം ടൈം സ്പെൻഡ് ചെയ്തു. ഇറ്റ് വാസ് എ ഗുഡ് ട്രിപ്പ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ അടുത്ത ഫാമിലി പാർട്ട് 2 ആയിട്ട് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം യുവർ മിൻറ്റേഴ്സ്.